നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇളനീരാട്ടം വരെയുള്ള കാര്യമാണ്. അന്ന് തന്നെയാണ് അക്കരെ കൊട്ടിയൂരിൽ അഷ്ടമി ആരാധനയും നടക്കുന്നത്. ജൂൺ 8 തീയതി തിങ്കളാഴ്ച. അതിനുശേഷം അടുത്ത പ്രധാനപ്പെട്ട നടക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് ജൂൺ 10 നടക്കുന്ന രേവതി ആരാധനയാണ്. അതിനുശേഷം ജൂൺ 14 രോഹിണി ആരാധന നടക്കുന്നത്. രോഹിണി ആരാധനയുടെ അന്നാണ് കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വൈകാരികമായ നിമിഷം എന്ന് പറയുന്നത് രോഹിണി ആരാധനയുടെ അന്നാണ് നമ്മൾ പറഞ്ഞ ആലിംഗന പുഷ്പാഞ്ജലി അക്കരെ കൊട്ടിയൂരിൽ സംഭവിക്കുക. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് രോഹിണി ആരാധന നടക്കുന്ന ജൂൺ 14 തീയതി. അതിനുശേഷം ജൂൺ 16 തീയതി തിരുവാതിര ചതുശതം നടക്കും. ജൂൺ 17 തീയതി പുണർദം ചതുശതം നടക്കും. ജൂൺ 19 തീയതി ആയില്യം ചതുശതം നടക്കും. അതിനുശേഷം അടുത്ത പ്രധാനപ്പെട്ട ദിവസമാണ് ജൂൺ 20 തീയതിയുള്ള മകം കലംവരവ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അന്ന് ഉച്ച വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ സാധിക്കുക. 20 തീയതി ഉച്ച ശീവേലിക്ക് ശേഷം സ്ത്രീകൾ പിൻവാങ്ങും, ശീവേലിക്ക് എഴുന്നള്ളുന്ന ആന പിൻവാങ്ങും. പിന്നെ അതുപോലെ വൈശാഖോത്സവവുമായിട്ട് ബന്ധപ്പെട്ട വാദ്യങ്ങൾ ഉണ്ടാവും. വളരെ മിനിമൽ ആയിട്ടുള്ള ചെറിയ ചെറിയ വാദ്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി പ്രധാനപ്പെട്ട മറ്റ് വാദ്യങ്ങളൊക്കെ തന്നെ അക്കരെ കൊട്ടിയൂരിൽ നിന്ന് പിൻവാങ്ങും. കാരണം ഈ പറയുന്ന മകം കലംവരവിന് ശേഷമുള്ള കൊട്ടിയൂരിന്റെ ഭാവം എന്ന് പറയുന്നത് അതുവരെ നമ്മൾ കാണുന്ന ഒരു ഭാവമായിരിക്കില്ല. വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിറഞ്ഞൊരു കൊട്ടിയൂരായിരിക്കും 20 തീയതിക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് ജൂൺ 23 അന്ന് അത്തം ചതുശതം. അന്ന് തന്നെയാണ് വാളാട്ടവും അതുപോലെ കലശപൂജയും നടക്കുക. പിറ്റേ ദിവസം, അതായത് ജൂൺ 24 തീയതി ബുധനാഴ്ച തൃക്കലശാട്ട്. ഇതോടുകൂടിയാണ് 27 നക്ഷത്രങ്ങളെയും തട്ടിപ്പോകുന്ന അല്ലെങ്കിൽ സ്പർശിച്ചു പോകുന്ന അക്കരെ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് പരിസമാപ്തി എത്തുന്നത്. അപ്പോൾ ഇത്തവണ 2026 മെയ് മാസം 29 തീയതി നടക്കുന്ന നെയ്യാട്ടവും 30 തീയതി നടക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളത്തിലും ആരംഭിച്ച് ജൂൺ 24 തീയതി നടക്കുന്ന തൃക്കലശാട്ട് വരെയാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഇതുവരെയും കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാൻ സാധിക്കാത്ത ആൾക്കാർ ഇത്തവണ എന്തായാലും പോകാനായിട്ട് ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ വെച്ച് നിങ്ങൾ കൊട്ടിയൂർ പെരുമാളിനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.